ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ ഡേ ഔട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ, ഇച്ചായൻ, കുഞ്ഞ്, പപ്പ, അമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, 3 പിള്ളേർ, ദെൻ എൻ്റെ കസിൻ്റെ ഹസ്ബൻഡ്. അവർ റീസെൻ്റ്ലി മാരീഡ് ആണ്. സോ അവർക്ക് ട്രീറ്റ് ഞങ്ങൾക്കൊരു ഡേ ഔട്ട് എന്ന രീതിക്ക് ഞങ്ങൾ നേരെ പോയത് മ്യൂസിയത്തോട്ടായിരുന്നു. മ്യൂസിയത്തിൽ പോയി നേരെ പോയൊരു ചായക്കടയിൽ കയറി ചായ വട ഒക്കെ കഴിച്ചു. ദെൻ കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് സെറ്റാക്കിയിട്ട് ഞങ്ങൾ മ്യൂസിയത്തോട് കയറാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ചെറിയ ടോയ് ഷോപ്പ് കണ്ടപ്പോൾ തന്നെ പിള്ളേർ പിന്നെ അവിടെ സ്റ്റക്കായി. പിന്നെ അവന്മാർ രണ്ടുപേരും ആദ്യമേ തന്നെ 2 കാർ അങ്ങോട്ട് എടുത്തു, ചെറിയ കാർ എടുത്തു. പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു, എന്തെടുക്കണം, ഒരാളെടുക്കുന്നത് മറ്റൊരാൾക്ക് വേണം, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ലാസ്റ്റ് കുഞ്ഞു ഒരു ക്യാമറ എടുത്തപ്പോഴത്തേനും മറ്റേ ആൾക്കും എടുത്ത ടോയ് വേണ്ട, ക്യാമറ തന്നെ. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി. ദെൻ ഞങ്ങൾ ക്യാമറ വാങ്ങി ഞങ്ങൾ അകത്തോട്ട് നടന്നു. അപ്പോൾ തന്നെ കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം മഴ പെയ്ത് തോർന്ന് കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഞങ്ങൾ ആദ്യം കണ്ടത് റൈറ്റ് സൈഡിലുള്ള അക്വേറിയം ആയിരുന്നു. ഫസ്റ്റ് അക്വേറിയത്തിൽ കയറണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെങ്കിലും പിള്ളേർ കയറണമെന്ന് പറഞ്ഞു. ദെൻ ചേട്ടൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ എത്ര പേര് കയറണം നോക്കിയപ്പോൾ തന്നെ പിള്ളേർക്ക് ഫ്രീ ആയിരുന്നു. പിന്നെ വലിയ ആൾക്ക് അഡൽട്സിന് എത്രയാന്ന് നോക്കി. അപ്പം ഞാനും പപ്പയും മാത്രം കയറുന്നു എന്ന് പറഞ്ഞു. പിള്ളേരും കൂടെ ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോഴത്തേന് ഫിഷിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു പോലെ പുറത്തുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ അത് കറക്റ്റ് വീഡിയോയിൽ കിട്ടിയില്ല. പിന്നെ അകത്തോട്ട് പോയി ഒത്തിരി വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അകത്ത്. അപ്പോൾ അതിൻ്റെ ക്ലിയർ വീഡിയോ ഞാൻ അടുത്തൊന്ന് ചെയ്യുന്നുണ്ട്. കാരണം ആ ഫിഷിൻ്റെ പേരും കറക്റ്റ് അക്വേറിയത്തിനകത്ത് ഏതൊക്കെ ഫിഷ് ഉണ്ട്, നമ്മുടെ സൂവിൽ അക്വേറിയത്തിനകത്ത് ഏതൊക്കെ ഫിഷ് ഉണ്ട് എന്നുള്ളത്, സൂവിലല്ല സോറി കേട്ടോ, നമ്മുടെ മ്യൂസിയത്തിൽ അക്വേറിയത്തിനകത്ത് ഏതൊക്കെ ഫിഷ് ഉണ്ട് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ദെൻ ഈ കാണുന്ന ഫിഷൊക്കെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഫിഷായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഫിഷൊക്കെ. പിന്നെ പിള്ളേർ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പപ്പയ്ക്ക് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെതായിട്ട് പപ്പ പിന്നെ പിള്ളേരെയും മേടിച്ചുകൊണ്ട് നടപ്പായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്റ്റാച്ചു ഇത് അതിനകത്തുള്ള ഒരു ഇതായിരുന്നു, നല്ല ഭയങ്കര വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നെ തിരക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ വീഡിയോ എടുത്ത് അതിനകത്ത് നിന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് സൂയിലോട്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതായത് പോകുന്ന വഴിക്ക് തിരക്ക്, പോകുന്ന സ്ഥലങ്ങളെല്ലാം തിരക്ക്, ഐസ്ക്രീം പാർലറിൽ തിരക്ക്, ദെൻ പാർക്കിൽ തിരക്ക്, അങ്ങനെ. പിന്നെ ഞങ്ങൾ പോയി. പിള്ളേർക്കെല്ലാം ചെറിയ മൂക്കലപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ശരി, അതൊന്നും ആരും വക വെച്ചില്ല. എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചാൽ. എനിക്കാണെങ്കിൽ അതിന് 2 ദിവസം മുന്നേ ഒട്ടും വയ്യാണ്ടിരിക്കുമായിരുന്നു. എന്നാലും എല്ലാവരും കഴിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊടുന്നു. അവസാനം കുഞ്ഞിനും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഞാൻ മാത്രം കഴിച്ചില്ല എന്നുള്ള സങ്കടത്തിൽ നിന്നപ്പോഴത്തേനും ശരി ചാൻ പറഞ്ഞ് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ടാ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്ത് ഐസ്ക്രീമൊക്കെ ഷെയർ ചെയ്ത്. കണ്ടോ എന്താ സ്നേഹം എന്നുണ്ടോ, ഇതായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. ഇതെന്താണ് നമ്മുടെ കപ്പിൾസ് ഇപ്പോൾ കണ്ടത്. ദെൻ ഞങ്ങൾ മ്യൂസിയത്തിലോട്ട്, അതായത് സൂയിലോട്ട് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. രാവിലെ ഒരു ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിശപ്പ് വരില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ കപ്പിൾസ്. അപ്പം ബ്രോ നല്ല കോമഡി ആയിരുന്നു. ഞാൻ ആ ഓഡിയോ ഇടാത്തതാണ്, ഒന്നിലും ഓഡിയോ ഇടാത്തത് കൊണ്ടാണ് ഞാനത് ഇടാത്തത്. പിന്നെ കുഞ്ഞും ആൾ നല്ല കമ്പനിയാട്ടോ. കുഞ്ഞു ഇപ്പം ഞങ്ങളുടെ ഫാമിലിയോട്ട് വന്നാണെങ്കിലും കുഞ്ഞിന് ഭയങ്കര കാര്യമാണ് ആളെ. അങ്ങനെ ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഞങ്ങൾ സൂവിനകത്തോട്ട് പോകാനായിട്ട് പോയി. ഓക്കെ, ദെൻ സൂവിൽ പോയി ടിക്കറ്റ് എടുത്തു. ദെൻ ഞങ്ങൾ അകത്തോട്ട് പോയി. സൂവിലെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ വന്ന് മിക്കവാറും എല്ലാവരും സൂവിലൊക്കെ വരാറുണ്ട്, കാരണം മിക്കവാറും എല്ലായിടത്തുനിന്നും അവർ ടൂറിനൊക്കെ കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ ഇത് കാട്ടുപോത്തിൻ്റെ ഇതായിരുന്നു, പക്ഷെ ഞാൻ കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. അതെ, ഓക്കെ, കാട്ടുപോത്തുണ്ടായിരുന്നു. 3-4 തടിയും കാട്ടുപോത്തുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് കുരങ്ങന്മാരെയായിരുന്നു. എൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കുരങ്ങന്മാരുണ്ട്. അല്ലാതെ അവിടെ ഒത്തിരി കുരങ്ങന്മാരായിരുന്നു. മോസ്റ്റ്ലി ഞാൻ കണ്ടത് കുരങ്ങന്മാരെയായിരുന്നു. ഓക്കെ, ഇവരെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ പിന്നെ ഇവരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെ കുരങ്ങന്മാർ വീണ്ടും 2 കുരങ്ങന്മാരെ കിട്ടി. അവിടെ മുകളിൽ 2 മരത്തിൻ്റെ മുകളിലുണ്ട്. തന്നെ എൻ്റെ സ്ക്രീനിൽ വേറെ 2 കുരങ്ങന്മാരുണ്ട്. ഒരു കുരങ്ങൻ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നു. അവന് ചാനലുണ്ട്, അപ്പോൾ അവൻ അതിലിടാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ സിംഹവാലൻ കുരങ്ങനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഈ മരത്തിൻ്റെ മുകളിലുണ്ട് അവിടെ ഒരു കുരങ്ങൻ. പിന്നെ അതേ കുഞ്ഞിനെ അവിടെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. വീണ്ടും കുരങ്ങന്മാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കുരങ്ങന്മാരുടെ സെക്ഷൻ വിട്ടിട്ട് പിന്നെ എവിടെ ഇതെന്താ തത്തയായിരുന്നു, തത്തയാ മെക്കാവോ, മെക്കാവോ, അങ്ങനെ ഒത്തിരി വെറൈറ്റി ബേർഡ്സിനെയൊക്കെ കണ്ടു. ഓക്കെ, എന്താ സൺകൊന്യൂർ, ഓക്കെ, സൺകൊന്യൂറിനെ കണ്ടു. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഒന്ന് എത്തി നോക്കിയില്ലേ, ആ സൺകൊന്യൂറിന് പോലും അറിയത്തില്ല അവൻ്റെ കൂട്ടിൽ ഇങ്ങനെ ഒരു എലി ഉണ്ടെന്നുള്ള കാര്യം. അതിനകത്തൊരു എലി ഉണ്ടായിരുന്നു കേട്ടോ.
ഓക്കെ, അത് കാണാത്തവർ തിരിച്ചു പോയി കാണാം. ദെൻ ഇത് അവളായിരുന്നു, എനിക്ക് തോന്നുന്നു മറ്റേ കാട്ടുമൂങ്ങ എന്ന് പറയില്ല, അങ്ങനെ എന്തായിരുന്നു. പിന്നെ പിള്ളേർ മഞ്ചാടിയുടെ പുറകെയായി. അവർക്ക് മഞ്ചാടി 1-2 കിട്ടി, പിന്നെ അതിൻ്റെ പുറകെ പിന്നെ തറകടങ്ങുന്ന മഞ്ചാടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കി നടപ്പായിരുന്നു. ഓടി ഓടി മഞ്ചാടി പറക്കല്. പിന്നെ ഇജാനും ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കാട്ടിലൊക്കെ പോയി. പിന്നെ അമ്മയ്ക്ക് മുട്ടുവേദന ഒരു കുറച്ച് കാലം കൊണ്ടുണ്ട്. പിന്നെ ആളും നീക്യാപ്പൊന്നും ഇടാത്തതുകൊണ്ട് പിന്നെ പപ്പ ഷോളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു. പിന്നെയും ആളിരുന്നിരുന്ന് എന്നാലും ഞങ്ങളുടെ കൂടെ നടന്നു കേട്ടോ. ദെൻ ഓക്കെ, അപ്പം ഞങ്ങൾ നടന്ന് വെള്ളിമൂങ്ങയുടെ അടുത്തെത്തി. വെള്ളിമൂങ്ങ ഇതേ എൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. വെള്ളിമൂങ്ങ ഇതേ ഇരിപ്പുണ്ട് വെള്ളിമൂങ്ങ. ഓക്കെ, ദെൻ ഇത് ഭയങ്കര രസമുള്ള ഒരു അതിൻ്റെ അത് പരുന്തായിരുന്നു എന്തോ, ഞാൻ ആ പേര് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ദെൻ മുതലേ കണ്ടു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെയൊക്കെ ബ്രീഫായിട്ടുള്ളൊരു ഇത് മാത്രമേ ഇതിലിടുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ ഡേ ഔട്ട് ആയതുകൊണ്ടിട്ട്. അല്ലാതെ അതായത് മ്യൂസിയത്തിലെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലാതെ ഒരു ലോങ് വീഡിയോ, അതായത് ഇത് മാത്രം എന്താണ് സ്പീഡൊന്നും കൂട്ടാണ്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സൂവിലും മ്യൂസിയത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡേ ഔട്ടിനാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ പിള്ളേരുടെ ആ ഒരു ഹാപ്പിനെസ്സും പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലും അതിലോട്ട് പോകുന്നതിന് കാരണം അതാണ്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ സ്പീഡാക്കി ചെയ്തേക്കുന്നത്. കുറച്ച് സ്ലോ ആക്കുവാണെങ്കിൽ മറ്റേ വീഡിയോയ്ക്ക് എനിക്ക് ഒന്നും മീൻസ് അതും ഇതും സെയിം ആയിപ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത് മച്ചന്മാരെ. ഓക്കെ, ദെൻ ഇതാരായിരുന്നു? ഇതിൻ്റെ പേരെവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൊടുത്തേക്കുന്നതിൻ്റെയൊക്കെ പേരാണ് ഞാൻ നോക്കുന്നത്. കാരണം വീഡിയോസിനകത്തൊന്നും പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. എങ്കിലും ഇതെന്തോ നീർനായായിരുന്നു, നീർനായായിരുന്നു. ദെൻ ഇത് ഇത്തവണ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കരടിക്കുട്ടൻ. ഞങ്ങളെ കണ്ട് കുറച്ച് മുകളിൽ നിന്ന് കളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ബഹളം കണ്ടിട്ട് അവൻ്റെ കൂട്ടത്തിലുള്ള ആരോ വന്നു എന്ന് വിചാരിച്ചിട്ട് അവൻ ഇറങ്ങി വന്നു. കളർ കണ്ടിട്ടായിരിക്കും, പ്രശ്നമില്ല. പക്ഷെ അവൻ ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്ന റൗണ്ട് വന്നു. പിന്നെ ഇത് ത്രിലോകും അഖിലയും. ആക്ച്വലി എൻ്റെ കുഞ്ഞുവിൻ്റെ സ്കൂളിലെ കുട്ടിയാണ് ത്രിലോക്. അവൻ UKG ആണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു സൺഡേ ആയിട്ട്. പിന്നെ അവനാണെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യമായിട്ടോ. പിന്നെ അവനെ അവൾ പിന്നെ കൊണ്ടുപോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവന് പോയപ്പോൾ തന്നെ. കുഞ്ഞുവിന് ഭയങ്കര കാര്യമായിരുന്നു അവന്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മോളയുടെ ഫ്രണ്ടിലൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ദേ വന്ന് അടുത്ത ആൾ. ഇത് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് താഴ്ന്ന് മുകളിലോട്ട് കയറി എൻ്റെ മണ്ടയ്ക്ക് കയറി കിടന്നു. ആ സീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. അടുത്ത ആൾ നമ്മുടെ കിങ് ഓഫ് ചെങ്കിൾ. എന്തൊക്കെയോ കടിച്ച് വരച്ച് കഴിക്കുമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഞങ്ങളൊരു മൈൻഡും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ കിങ് ഓഫ് ചെങ്കിളിനെ കണ്ടു. കിങ് ഓഫ് ചെങ്കിൾ മൈൻഡ് വയ്ക്കാത്ത കാരണം പിന്നെ ഞങ്ങൾ അടുത്തതിലോട്ട് ഞങ്ങൾ പോയപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത മച്ചന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാരാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാരാ മനസ്സിലായോ? യെസ്, നമ്മുടെ കടുവച്ചേട്ടായിസൊക്കെ ഉണ്ട മയക്കത്തിലായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഉറക്കവും ക്ഷീണമൊക്കെ ആയിട്ട് എങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനിടയ്ക്കാണ് ഞങ്ങൾ പോയി കയറി കൊടുത്തത്. അവർക്ക് പിന്നെയും ഫുഡ് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ചേട്ടൻ വന്നിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ചതൊക്കെ വീണ്ടും കിറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതായത് ഫുഡ് വന്നപ്പോഴോ എന്തോ ചാടി എഴുന്നേറ്റതായിരുന്നു കേട്ടോ. ഉറങ്ങിക്കിടന്നതായിരുന്നു. ആ ചേട്ടൻ ഫുഡ് അങ്ങോട്ട് കൊണ്ടുകൊണ്ട് ഇട്ടപ്പോഴത്തേനും പറന്ന് എഴുന്നേച്ചു. പിന്നെ ഞങ്ങൾ പോയത് മാൻകുട്ടന്മാരെ കാണാനായിരുന്നു. മാൻകുട്ടന്മാർ എപ്പോഴും ഞങ്ങൾ പോകുമ്പം ഒത്തിരി കാണും. പക്ഷേ ഇത്തവണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറച്ചായിരുന്നു. പിന്നെ നമ്മുടെ ഇത് കുറുനരി മോഷ്ടിക്കുകയാണ് ചെയ്തത്. ആ കുറുനരിയാണ് മച്ചാന്മാരെ. അവിടെ വന്ന് എല്ലാവരും ഈ കാര്യം പറയും. കുറുനരിന്ന് ബോർഡ് കണ്ടപ്പോഴത്തേനും എല്ലാവരും വരുന്നതൊക്കെ 25-30 വയസ്സുള്ള പയ്യന്മാരാട്ടോ. പയ്യന്മാരും പെൺപിള്ളേരൊക്കെ. പക്ഷെ അവരെല്ലാവരും പറയുന്നത് കുറുനരി മോഷ്ടിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്, അവരിപ്പോഴും ഡോറ ബുജ്ജി കാണുന്നുണ്ട്. പിന്നെ വീണ്ടും ഞങ്ങളൊരു ബേർഡ് സെക്ഷനിലോട്ടൊക്കെ പോയി. പിന്നെ ഇതിനകത്ത് ആരുണ്ടായിരുന്നേ? ആരൊക്കെ ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ആരൊക്കെ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നെന്നൊന്നും അറിയത്തില്ല. ഞാൻ പുറത്ത് നടക്കുന്ന കുറേ ജീവികളെ മാത്രമേ കണ്ടുള്ളൂ. ദെൻ മുള്ളംപന്നി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇത്തവണയാണ് ഞാൻ പോയപ്പം കണ്ടത്. കാരണം കുറച്ച് മാറിയിട്ടാണ് മുള്ളംപന്നിയുടെ ഇതുള്ളത്. അപ്പം ഞാൻ ഇന്നാണത് കറക്റ്റായിട്ട് കണ്ടത്. പിന്നെ നമ്മുടെ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു, അപ്രൈസർ ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ സ്നേക്ക് വേൾഡിലോട്ടായിരുന്നു. ഒത്തിരി പാമ്പ്, രാജവെമ്പാല, അങ്ങനെ രാജവെമ്പാലുണ്ടായിരുന്നു. മൂർഖൻ, അണലി, അങ്ങനത്തെ കുറേ പോകുന്നുണ്ടോ. ഇതിങ്ങനെ മുകളോട്ട് പോയിട്ട് അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സീനുണ്ട് മച്ചന്മാരെ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കണ്ട രണ്ടുപേരും കൂടെ
അങ്ങനെ പിന്നെ ഇതിനകത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കി വന്നേ. ആമച്ചേട്ടൻ ഉണ്ടായിരുന്നു. അതെ എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ച് കിടക്കുവാണ്. ദേ ചേര. ഓക്കെ, അങ്ങനെ ഇത് അവിടെ ഒരാൾ കിടപ്പുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അത് മൂവ് ആവുന്നുണ്ട്. ഞാനത് കണ്ടില്ല, അടുത്തുള്ള ചേട്ടനാണ് കാണിച്ചത്. പിന്നെയാണ് എനിക്ക് ഇതിനെയും ആ ചേട്ടനാണ് കാണിച്ചത്. ഇതേ നോക്കി ഇവിടെ വേറൊരാളുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതേ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് പിന്നെ അങ്ങോട്ട്. ആക്ച്വലി ഇതിനകത്ത് ഫോട്ടോസ് പ്രൊഹിബിറ്റഡ് ആണ്, ക്യാമറ അലൗഡ് അല്ല. എന്നാലും എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ഞാനും എടുത്തുന്നുള്ളൂ വെച്ചാൽ ദൈവം ഇതിൻ്റെ ഇത്തിരി എന്തെങ്കിലും പ്രശ്നമാകുമെന്നൊന്നും എനിക്ക് പേടിയുണ്ടായിരുന്നു. നോക്കാം. ഓക്കെ, പിന്നെ വീണ്ടും ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും അഖിലേനെയും ത്രിലോകനെയും കണ്ടു. പിന്നെ കുഞ്ഞിന് അതിൻ്റെ ഇടയ്ക്ക് വിശന്നിട്ട് കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ അവർക്കൊക്കെ ഷെയർ ചെയ്തു. അപ്പം ത്രിലോകും കുഞ്ഞുമായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ അവർ ബായ് പറഞ്ഞു പോയി. ഓക്കെ, കുഞ്ഞും ബായൊക്കെ പറഞ്ഞു ഹാപ്പി ആയിട്ട് പോയി. ദെൻ വീണ്ടും ഞാൻ മയിലിനെ കണ്ടില്ല. അവസാനം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ മയിലൂട്ടനെ കണ്ടു. മയിലൂട്ടൻ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും സൂല് വന്നിട്ട് മയിലൂട്ടനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമില്ല. പിന്നെ അപ്പോൾ ഞങ്ങളെല്ലാം പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിത്രശലഭങ്ങളുടെ ഒരു സ്ഥലമില്ല, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു. പക്ഷേ അത് മിസ്സാകുക എന്തോ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ തപ്പാൻ നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ദെൻ നേരെ പോയത് സംസമിലായിരുന്നു. സംസമിൽ പോയി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതേ എന്തൊക്കെയോ അവൻ കാണിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ 3 ചെയറിലായിട്ടിരുന്നു. ഞങ്ങൾ അൽഫാം, ബട്ടർ ചിക്കൻ, ഇതെന്തായിരുന്നു, എന്തോ സാധനം, ബട്ടർ നാൻ. യെസ്, ഇത് ബട്ടർ ചിക്കൻ, ബട്ടർ നാൻ. ദെൻ ചിക്കൻ സൂപ്പ് വാങ്ങിച്ചു. പിന്നെ അൽഫാം, ഷവായി, ഫ്രൈഡ് റൈസ്, അങ്ങനെ ഒത്തിരി എന്തൊക്കെയോ വാങ്ങിച്ചു മച്ചാനെ. അതായത് രാവിലെ 2 ദിവസം മുന്നേ വയറ് ഫ്രീ ആക്കി ഇട്ടിട്ട് വന്ന് കഴിക്കില്ല, ആ അവസ്ഥയായിരുന്നു. എന്തൊക്കെയോ വാങ്ങിച്ചു കഴിച്ചു. അവസാനം വയറൊക്കെ ഫിറ്റായിരുന്നപ്പോൾ വീണ്ടും ഐസ്ക്രീം. ഓക്കെ, ഇതിപ്പം എല്ലാവരും കൂടെ ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. കഴിക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഐസ്ക്രീം ഞാൻ കഴിച്ച സാധനമാണിത്, കണ്ണൂർ കോക്ടെയിൽ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ ഒരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്തു, പക്ഷേ എൻ്റെ ടേസ്റ്റ് ഞാൻ മറന്നുപോയി. അന്ന് ഞാൻ കുറേ സാധനം എക്സ്പീരിയൻസ് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വന്നത്. സോ ഇന്ന് ഞാൻ കണ്ണൂർ കോക്ടെയിൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയത് പാളയത്തൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പാളയം സംസമായിട്ടാണ് ഞങ്ങൾ പോയത്. ദെൻ പാളയത്ത് ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖത്തോട്ടാണ്. ദെൻ ശംഖുമുഖത്തി കാർ പാർക്ക് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെ കാട്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മസാജും ഫിഷ് പാക്കും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫിഷ് സ്പാ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷ് സ്പാ. പക്ഷേ ഇത്തവണ ഈ ഫോട്ടോ ബൂത്തൊക്കെ പുതിയ ഐറ്റംസ് ആയിരുന്നു. മസാജും എനിക്കൊന്നും പുതിയ ഐറ്റം ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ ഫ്രണ്ടിലൊക്കെ നിന്നാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. അപ്പം ഞാനും ട്രൈ ചെയ്തു കേട്ടോ. ഓക്കെ, ഞാനും നമ്മുടെ ഈ മസാജൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇച്ചാനോട് പറയുകയും ചെയ്തു. ഞങ്ങളിതൊരു 5 മിനിറ്റ്സ് മാത്രമേ ഇതിപ്പം പേ ചെയ്തിട്ടുള്ളൂ. 60 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു. പക്ഷെ അത് വർത്തായിരുന്നു. എങ്കിലും കുറച്ചുകൂടെ നേരം ചെയ്തെങ്കിൽ ഹാപ്പി ആവുമായിരുന്നു. പിന്നെ അടുത്ത് പോയത് ഫിഷ് സ്പാ. ഓക്കെ, ഫിഷ് സ്പാ ആദ്യം അമ്മയാണ് കയറിയത്. പാവം ഫിഷുകൾ അമ്മയെ കണ്ട് പേടിച്ചാണ്, അമ്മ ഫിഷുകളെ കണ്ട് പേടിച്ചാണെന്ന് അറിയില്ല. അമ്മയ്ക്ക് ശരി സഹിക്കാൻ വയ്യായിരുന്നു. പിന്നെ അടുത്ത് ഞാനും കുഞ്ഞൂട്ടനും കൂടെ ചെയ്യാനായിട്ട് കയറി. ഓക്കെ, ഞങ്ങൾ മല ഫ്രോൺകൂറിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളൊരു എന്തായിരുന്നാലും പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ നല്ലതായിരുന്നു കേട്ടോ. കാലൊക്കെ വാഷ് ചെയ്ത് ജസ്റ്റ് അവർ പറയുന്ന പോലെ അതിനകത്ത് ഫസ്റ്റ് ടൈം കയറുമ്പോഴത്തേനും ചെറിയൊരു കിക്കിളി പോലെയൊക്കെ തോന്നും. പക്ഷേ നൈസ് എക്സ്പീരിയൻസ്. പക്ഷേ എല്ലാവരുടെയും ലെഫ്റ്റ് ലെഗിലാണ് കൂടുതൽ ഫിഷ് നിന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലായി. അവൻ്റെയും ലെഫ്റ്റിലാണ്, അമ്മയുടേതാണെങ്കിൽ ലെഫ്റ്റിലാണ് കൂടുതൽ നിന്നത്. പിന്നെ അവൻ്റെ കാലെത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവനെ ചേട്ടൻ പിടിച്ച് വലിച്ച് അകത്തോടെ ഇടാനൊക്കെ നോക്കി. പിന്നെ വീണ്ടും ഇവർ 3 പേരും, ഞങ്ങളുടെ പുതിയ അതിഥി, ഞങ്ങളുടെ വാൾട്ടർ ബ്രദർ, ഓക്കെ, പപ്പ, അമ്മ, 3 പേരും കൂടെ വീണ്ടും മസാജിലോട്ട് കയറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പപ്പ വീണ്ടും ഫിഷ് പായിലോട്ട് കയറി. ദെൻ ഞങ്ങൾ ബീച്ചിലോട്ട് പോകാനായിട്ട് നടന്നു. അവിടെ വിട്ട് ബീച്ചിലോട്ട് വരുമ്പോൾ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റും നല്ല രസമാണ്. പിന്നെ പിള്ളേർ കണ്ടില്ല, ആ സംഭവം കണ്ടപ്പോൾ തന്നെ പിള്ളേർ പിന്നെ അതിലോട്ട് കയറിയാൽ മതി എന്നാണ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഒന്ന് ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കയറാനും ക്യൂ ഒത്തിരിയായിരുന്നു. പിന്നെ അവരോട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ കുറച്ച് നേരം പുറത്ത് പടിയിലൊക്കെ നിന്ന് കളിച്ചു. കുറച്ച് അവരെ ഒന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ച് നേരം നിന്ന്. എന്നാലും അവർ വിട്ടില്ല, കുറച്ച് ഇങ്ങനെ കിണിക്കൊണ്ടിരുന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇതേ കണ്ട ഭയങ്കര കഴിച്ചായിരുന്നു. മൊമ്മൂസിനായിരുന്നു ഭയങ്കര സങ്കടം അതിൽ കയറാൻ പറ്റാതെ. ഭയങ്കര തിരക്കാണ്. അതും വലിയ പിള്ളേരാണ്, ഇടിച്ച് തറപ്പിച്ച് വിടുകയാണ്. ഇതൊക്കെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പേടിയായിരുന്നു. പിന്നെ അവർ കയറി ഇവക്കും കയറണം എന്ന് പറയും. പിന്നെ ഞങ്ങൾ പിന്നെ അത് പതുക്കെ അതങ്ങ് മാറ്റിയിട്ട് ഓരോന്നും പറഞ്ഞ് ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് വന്നു. ദെൻ ബീച്ച് വന്ന് സൺഡേ ഞാൻ നേരത്തെ പറഞ്ഞ് സൺഡേ ആയതുകൊണ്ട് തന്നെ സൂര്യനുണ്ടാകാനെ കാട്ടിയിട്ട് നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും എന്തെങ്കിലും വേണം സ്ഥിരം പല്ലവിയായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേനും. പിന്നെ
എല്ലാവർക്കും കൂടെ എല്ലാം കൂടെ വാങ്ങിച്ചു കൊടുത്താൽ ഒന്നും നിൽക്കത്തില്ല. സോ അവൻ പറഞ്ഞതുകൊണ്ട് ഒരു ബബിൾ മാത്രം വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അവൻ ഊതി എല്ലാവരും പൊട്ടിക്കുന്ന പോലെ അങ്ങനെ ചെയ്തു. പിന്നെ അല്ലാണ്ട് ആ കടയിലുള്ള പിള്ളേർ തന്നെ ഊതി വിടുന്നുണ്ടായിരുന്നു പിള്ളേരെ കാണുമ്പോൾ തന്നെ. അങ്ങനെ അതിന് ഓടി നടന്ന് പൊട്ടിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടെ. അവൻ ആർക്കും കൊടുത്തില്ല കേട്ടോ, ഫസ്റ്റൊന്നും അവൻ ആർക്കും കൊടുത്തില്ല. പിന്നെ ഇതേ കുറച്ച് നേരം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു ഞങ്ങൾ. ഇതേ ഓടുന്നുണ്ടോ കടലിൻ്റെ ഭംഗി ഒരു സൈഡിൽ, അവന്മാരുടെ സൈഡിൽ കൂടെ നോക്കണം, കാരണം ഭയങ്കര റഷായിരുന്നു. എങ്ങാണ്ടെങ്കിലും മിസ്സാവുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല. പിന്നെ അവർ ഓടി നടന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, ഫുഡ് കഴിക്കാൻ കയറുന്നു, ദെൻ നടക്കുന്നു, ഇരിക്കുന്നു, കടൽ കാണുന്നു കുറച്ച് പേര്. ഞങ്ങളുടെ വീട് കടപ്പുറം സൈഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നോർമലി ഈവനിങ് ഒക്കെ അവിടെ പോയി ഇരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഒന്നും ഇല്ല, കാരണം കടൽ മണ്ണൊക്കെ എടുത്തിട്ട് പോയി. അപ്പം കുറച്ച് ഇതുപോലെ സിമൻറ്റ് സൈഡ് മാത്രമേ ഉണ്ടാകുള്ളൂ, അപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. സോ ഞങ്ങൾ കുറേ നേരം അവിടെ നടന്നു. പിന്നെ അപ്പൂസ് അടുത്ത് ഈ പൊട്ടിക്കുന്ന ഒരു സാധനം, തറയിൽ ഇറങ്ങി പൊട്ടിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവന്മാർ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിച്ചു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഹോഴ്സ് റൈഡ് പോയി, ഞാൻ കുഞ്ഞുമായിട്ട്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളുടെ ഡേ ഔട്ട് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ശംഖുമുഖത്ത് നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി ഞങ്ങൾ ബീച്ച് പാർക്കും ദെൻ ആ നൈറ്റ് ലൈറ്റ് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് ഈറ്റബിൾസിലോട്ടായിരുന്നു. അവിടെ പോയി ചായ, വട, ദെൻ അഗൈൻ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഡേ ഔട്ട് അവസാനിപ്പിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു മച്ചാന്മാരെ. ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്ബാക്കുക, ഓക്കെ, കമൻ്റ് ആക്കുക. ഓക്കെ മച്ചാന്മാരെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു, ഓൾ ലവ് യു, ബൈ.